നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രവചിക്കുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കുംഭമാസത്തിലെ ജ്യോതിഷ പ്രവചനങ്ങളാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ ഇരിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഏത് അഡ്മിനിസ്ട്രേഷൻ പദവിയിലായിരുന്നാലും വളരെ ഗുണകരമാണ്. IAS പദവിയിൽ ഇരിക്കുന്നവർക്ക് പ്രധാന ഒരു ചുമതല കൂടി അഡീഷണലായിട്ട് ഏൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. മറ്റുള്ള ആരോ ലീവിന് പോകുന്ന സാഹചര്യമോ എന്തായാലും അവർക്ക് അഡീഷണൽ ഒരു ചുമതല കൂടി അവർക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരാം. IAS ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് കാത്തിരിക്കുന്നവർക്കും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവർക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. IPS പദവിയിൽ ഇരിക്കുന്നവർക്കും MBA IFS എന്നിവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. പല രീതിയിലും പ്രൊമോഷനും സാമ്പത്തിക മെച്ചവും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പല നല്ല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അവർക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടാം. പലർക്കും പ്രൊമോഷനും മറ്റും ലഭിക്കുന്നതാണ്. ലീഡറായിട്ടുള്ളവർക്ക് ഗുണം തന്നെയാണ്. രാഷ്ട്രീയക്കാർക്കും വളരെ ഗുണം തന്നെയാണ്. ബാലസാഹിത്യം എഴുതുന്നവർക്കും അത് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും എല്ലാം വളരെ പ്രയോജനം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ കുംഭമാസം. നടനം തൊഴിലാക്കിയവർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്നു. പിന്നെ സ്റ്റോക്ക് ബ്രോക്കർമാർക്കും മികച്ച ഒരു സമയമാണ്. ട്രേഡിങ്ങിനൊക്കെ നല്ല സമയമാണ്. കളിപ്പാട്ട നിർമ്മാണ കമ്പനികൾക്കും വ്യാപാരികൾക്കും ഈ സമയം വളരെ ഗുണകരമാകുന്നു. ധാരാളം കളിപ്പാട്ടങ്ങൾ വിറ്റുപോകാം, അതുവഴി അവർക്ക് ധനലാഭം ഉണ്ടാകാം. ഗുമസ്തൻ ജോലി ചെയ്യുന്നവർക്കും ഗുണം തന്നെയാണ്. ബാങ്കർ സ്ഥാപനം നടത്തുന്നത്, ഫൈനാൻസ് സ്ഥാപനം നടത്തുന്നവർക്കും അതിൻ്റെ ഏജൻറ്റന്മാർക്കും വളരെയധികം സമ്പൽ സമൃദ്ധി ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയാണ്. അക്കൗണ്ടൻറ്റ്, അതായത് CA മുതലായ ആൾക്കാർക്ക് വളരെ മെച്ചമുള്ള ഒരു സമയമാണ്. ധാരാളം വർക്കുകൾ അവർക്ക് ലഭിക്കാം ഈ മാസം. ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് മോശമായ ഫലങ്ങളെയാണ്. ശത്രുക്കളിൽ നിന്നും പല രീതിയിലുള്ള ദുഃഖവും ആക്രമണങ്ങളും ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. പല രോഗങ്ങളും വന്നേക്കാം. പല രീതിയിലും ധനം വരുന്നതിന് തടസ്സം ചില അത്തം നക്ഷത്രക്കാർക്ക് കാണുന്നു. ദമ്പതിമാർ തമ്മിൽ കലഹം വരാം. മക്കളും മാതാപിതാക്കളും തമ്മിലും വഴക്ക് നടക്കേണ്ട സാധ്യതയുണ്ട്. ഈ ആജ്ഞാപിക്കാൻ കഴിവുള്ള പദവിയിലിരുന്നാലും, വളരെ ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ആജ്ഞാപിക്കേണ്ട കഴിവുണ്ടായിരുന്നാലും ആജ്ഞാപിക്കാൻ കഴിയാത്ത അവസ്ഥ വരാം. ആജ്ഞാപിക്കേണ്ടതിന് പകരം അനുസരിക്കേണ്ടതായി വരുന്ന സാഹചര്യം അവർക്ക് വന്നുപെടാം. ആകെ ഒരു മോശം അവസ്ഥ വരാം. ജോലി രാജിവെക്കാൻ വരെ തീരുമാനം എടുത്തേക്കാം. ഉയർന്ന പദവിയിലിരിക്കുന്നവരെ താഴെ ഇറക്കാനും തരം താഴ്ത്താനും അപമാനം, മാനഹാനി എന്നിവ വരുത്തുന്നതിനുമുള്ള സാധ്യത കാണുന്നു. ജാഗ്രത പാലിക്കുക. ഓരോ കാൽവയ്പും വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ അജ്ഞാത ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കും, ഭീഷണിപ്പെടുത്തും. അതുപോലെ ക്യാമ്പ് ഹൗസുകളിൽ താമസിക്കുമ്പോഴും ഏറെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് ആരോടും പറയാണ്ടിരിക്കുക. നിങ്ങൾ വിശ്വാസമുള്ള ഒരു സ്വകാര്യ സെക്യൂരിറ്റിയെ കൊണ്ടുപോകുന്നതും വളരെ നല്ലതാകുന്നു. CCTVകൾ കൃത്യമായി പരിശോധിക്കുക. ഒളിക്യാമറകൾ കണ്ടെത്തുക. ശ്രദ്ധിച്ചാൽ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ദേഹനാശവും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തിയെ നിങ്ങൾ ശരണം പ്രാപിക്കുക. ഭഗവാന്റെ മന്ത്രങ്ങളും ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ഗായത്രി മന്ത്രവും ഇതെല്ലാം ദിവസേന ചൊല്ലുക. ഭഗവാൻ ഈ ദുർഘടങ്ങളെ എല്ലാം നിങ്ങൾക്ക് മാറ്റിത്തരും. അല്ലെങ്കിൽ ഭഗവാൻ അതൊന്നും വരാതെ നിങ്ങളെ കാത്തുരക്ഷിക്കും. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്സും ആരോഗ്യങ്ങളെല്ലാം നൽകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിലുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.